ഈ ഒരു കാലഘട്ടത്തിൽ പല ആളുകളിലും വന്ന് ഗ്രസിച്ചിരിക്കുന്ന ഒരു അന്ധകാര പീഡ ഞാൻ കാണുന്നുണ്ട്. ഞാൻ കണ്ടുമുട്ടുന്ന പലരിലും ആത്മീയ കാര്യങ്ങൾ ആലസ്യം. ഞാൻ പല ശുശ്രൂഷകരെയും കണ്ടുമുട്ടുന്നുണ്ട്. വെള്ളിയാഴ്ച ഏകദിനത്തിന് വരുന്നവരെ കണ്ടുമുട്ടുന്നുണ്ട്, അതുപോലെ ശനിയാഴ്ച ഏകദിനത്തിന് വരുന്നവരെ കണ്ടുമുട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഒട്ടനവധി വേറെ വിധത്തിലുള്ള ആളുകളെയും കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മനസ്സ് ഞാൻ കാണുന്നൊരു പ്രത്യേകത, ആത്മീയ കാര്യങ്ങളോട് ഒരു വിമുഖത, ഒരു ആലസ്യം. അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന സാരാംശം ഇങ്ങനെയാണ്: ഇങ്ങനെ ഇത് പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഇങ്ങനെ എപ്പോഴും ധ്യാനം കൂടിക്കണമെന്ന് കാര്യമൊന്നുമില്ല. ഇതെങ്ങനെയാണെന്നറിയില്ല, നമ്മുടെ ഉള്ളിൽ ഒരു സ്പിരിറ്റ് കയറുകയാണ് ലോകത്തിൽ നിന്ന്. എന്താ സ്പിരിറ്റ്? ഇതൊന്നും കാര്യം, വേറെ എന്തോ കാര്യത്തിന് വേണ്ടി നമ്മൾ ചാടി പുറപ്പെടണം, ഈ പ്രാർത്ഥനയിൽ ഇരിക്കരുത്, ധ്യാനത്തിന് അധികം ഇരിക്കേണ്ട, സമയത്തിനൊന്നും അധികം കളയണ്ട. ഇങ്ങനത്തെ ഒരു സ്പിരിറ്റ് നമ്മളെ പീഡിപ്പിക്കുകയാണ്. അനേകം പേരെ അത് പീഡിപ്പിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു പീഡനമല്ല, ഇത് ലോകത്തിൻ്റെ ഒരു പീഡനമാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. മലാക്കിയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 15 വരെ തിരുലിഖിതങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു: എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു, എന്നിട്ടും ഞങ്ങൾ അങ്ങേക്കെതിരായി എങ്ങനെ സംസാരിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞു, ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിന് മുമ്പിൽ വിലാപം ആചരിക്കുന്നവരെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഒത്തിരി പേരുടെ മനസ്സിരിക്കുന്ന ചിന്ത എന്നറിയാവോ? ഇങ്ങനെ ക്ഷമിച്ച് സഹിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെ മിണ്ടാതെ നടന്നിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെ നമ്മൾ പാവപ്പെട്ടവരെ പോലെ ജീവിച്ചിട്ട് എന്താ കാര്യം? നല്ല ആർഭാടമുള്ള വണ്ടി വാങ്ങണ്ടേ, നല്ല ആർഭാടമുള്ള വീട് വെക്കണ്ടേ, നല്ല കൂട്ടുകാരോട് അർമാദിച്ച് സന്തോഷിക്കണ്ടേ, പാടി ഉല്ലസിക്കണ്ടേ, ഇങ്ങനെ എൻജോയ് ചെയ്യണ്ടേ, നല്ല ഫുഡ് കഴിക്കണ്ടേ, നല്ല ഇങ്ങനെ ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രലോഭനം, ഒരു പ്രേരണ. അതാണ് പറയണത്, ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥം. എപ്പോഴും പള്ളിയിൽ പോയിരിക്കുന്നത്, എപ്പോഴും ധ്യാനം കൂടുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കുന്നതൊക്കെ വ്യർത്ഥമാണ്. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുമ്പിൽ വിലാപം ആചരിക്കുന്നവരെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം? ഇതിങ്ങനെ പലരുടെയും മനസ്സിൽ, പ്രത്യേകിച്ച് ആത്മീയമായ കാര്യങ്ങളിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ മനസ്സിൽ ഇത് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. ഇതാണ് വിശ്വാസത്തിനെതിരെയുള്ള, പ്രാർത്ഥനയ്ക്കെതിരെയുള്ള, ആത്മീയ ജീവിതത്തിനെതിരെയുള്ള ഒരു പ്രലോഭനം. വിശ്വാസമുള്ളവർക്ക് വിശ്വാസത്തിനെതിരെ പ്രലോഭനം ഉണ്ടാകും, പ്രാർത്ഥനയുള്ളവർക്ക് പ്രാർത്ഥനയ്ക്കെതിരെ പ്രലോഭനം ഉണ്ടാകും, ആത്മീയ ജീവിതമുള്ളവർക്ക് ആത്മീയ ജീവിതം ഉപേക്ഷിക്കാനുള്ള പ്രലോഭനം ഉണ്ടാകും. ഇതൊരു പ്രലോഭനമാണ്, ഇതൊരു അന്ധകാര പീഡയാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അന്ന് പുരാതന പിതാക്കന്മാരുടെ കാലം തൊട്ടേ ഇങ്ങനത്തെ അന്ധകാര പീഡ ആത്മീയ മാർഗത്തിൽ നടക്കുന്നവരെ ഉപദ്രവിച്ചിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പോലും ഇത് എഴുതപ്പെട്ടിരിക്കുകയാണ്. ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇത് വെറുതെയാണ്. വിലാപം ആചരിക്കും നടക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ഞങ്ങൾക്ക് ആരാണ് മൈൻഡ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? ഞങ്ങൾക്കൊന്നും വിലയില്ല. ഇതെങ്ങനെ ഒരു പീഡയാണ്. സത്യത്തിൽ അവർക്ക് നല്ല വിലയുണ്ട്. ദൈവം അവരെ ഒത്തിരി വിലമതിക്കുന്നുണ്ട്, അവരുടെ വാക്കുകൾക്ക് ഒത്തിരി അർത്ഥം കൊടുക്കുന്നുണ്ട്, അവരെ ഒത്തിരി കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിയുന്നില്ല. വിലയില്ലെന്ന് തോന്നുകയാണ്. ഇങ്ങനെ മുറവിളി കൂട്ടുകയാണ്. വിലയില്ലെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുകയാണ്. ഇനിമേൽ ആരെയാണ് വിലയുള്ളവരെ കണക്കാക്കണത്? ഇനിമേൽ അഹങ്കാരികളാണ് വിലയുള്ളവർ എന്ന് ഞങ്ങൾ കരുതും. ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ആത്മീയ ജീവിതത്തിനെതിരെയുള്ള ഒരു പ്രലോഭനമാണ്, ഒരു പീഡയാണ്. മലാക്കിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 17-18 വാക്യങ്ങൾ, 17 and 18, chapter 3, 17 and 18. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: അവർ എൻ്റേതായിരിക്കും, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കാത്തവനും തമ്മിലുമുള്ള വ്യത്യാസം ഒരിക്കൽ കൂടെ നിങ്ങൾ തിരിച്ചറിയും. ഇത് ദൈവമക്കൾ മനസ്സിലാക്കണം. ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. നീതിമാനും ദുഷ്ടനും തമ്മിൽ വ്യത്യാസമുണ്ട്. വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയും
വിശുദ്ധ ജീവിതം ഇല്ലാതെ തന്നിഷ്ടം അനുസരിച്ച്, ശരീരത്തിന്റെ പ്രവണത അനുസരിച്ച്, ശരീരത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സൊദോം ഗൊമോറ പട്ടണത്തെ നിങ്ങൾ എടുക്കുക. സൊദോം ഗൊമോറ പട്ടണത്തിൽ ശരീരത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ജനകോടികൾ, ജനലക്ഷങ്ങൾ ഉണ്ടായിരുന്നു. അബ്രാഹാം വരികയാണ്, അല്ലെങ്കിൽ അബ്രാഹത്തിന്റെ അടുത്തേക്ക് ദൈവം വരികയാണ്. ദൈവം നടന്നു പോകുന്നത് അബ്രാഹാം കണ്ടു. ദൈവം അബ്രാഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. സൊദോം ഗൊമോറയെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കൺഫർമേഷൻ, ഒരു വെരിഫിക്കേഷന് വേണ്ടി പോവുകയാണ്. കർത്താവ് അബ്രാഹത്തോട് പറഞ്ഞു. അബ്രാഹാം പറയാണ്, ഒരു 10-30-50 നീതിമാന്മാരുണ്ടെങ്കിൽ സേവ് ചെയ്യുമോ? അപ്പോൾ പറഞ്ഞു, 50 നീതിമാരുണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ 40 നീതിമാരുണ്ടെങ്കിൽ, പിന്നെ 30 നീതിമാന്മാർ, ഒരു 10 നീതിമാന്മാരുണ്ടെങ്കിൽ പോലും കർത്താവ് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പാപം നിമിത്തം മലീമസമായ ശാപഗ്രസ്തമായ മണ്ണിന്മേൽ അഗ്നിയും ഗന്ധവും ഇറങ്ങി ചുട്ട് ദഹിപ്പിക്കാൻ തക്കവണ്ണമുള്ള ദൈവക്രോധം അവിടുന്ന് മുഴുവനും കഴുകിക്കളയാൻ ദൈവഭയത്തോടെ ജീവിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന നീതിമാന്മാരെ 10 പേരുണ്ടെങ്കിൽ വിലയുണ്ട്.